സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിവിധ ജില്ലകളിൽ നിന്നുമായി വന്ന മരണനിരക്കുകൾ സംസ്ഥാനത്തെ ഒന്നടക്കം നടുക്കിയിരിക്കുകയാണ്. വീട്ടിനുള്ളിലും പരിസരത്തും വെച്ച് അപ്രതീക്ഷിതമായി പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തുന്നു. കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണസംഖ്യ ആശങ്കാജനകമാം വിധം ഉയരുകയാണ്. ഏറ്റവും ഒടുവിലായി കൊല്ലം, പാലക്കാട്, വയനാട് ജില്ലകളിൽ നിന്നായി പുറത്തുവരുന്ന മരണവാർത്തകൾ അതീവ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോഴും വീട്ടുജോലികളിൽ ഏർപ്പെടുമ്പോഴും പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗവും ശംഖുവരയൻ, മൂർഖൻ തുടങ്ങിയ വിഷപ്പാമ്പുകളുടെ ഇരകളാകുന്നവരാണ്. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നതും ശരിയായ പ്രാഥമിക ശുശ്രൂഷ ലഭിക്കാത്തതും പലപ്പോഴും മരണ കാരണമാകുന്നു. മഴക്കാലത്തിന് പിന്നാലെ പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മരണങ്ങൾ തുടരുന്നത് വലിയ വെല്ലുവിളിയാണ്. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും വിഷം ശരീരത്തിൽ പടരുന്നത് തടയാൻ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമാണ്. പാമ്പ് കടിയേറ്റാൽ വ്യാജ ചികിത്സയ്ക്ക് പിന്നാലെ പോകാതെ എത്രയും വേഗം പാമ്പ് വിഷത്തിന് മരുന്നുള്ള ആശുപത്രികളിൽ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കുവാനുള്ള ഏക മാർഗമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.